നമുക്ക് നല്ല ഓണസദ്യ നൽകിയ ആൾക്കാരുണ്ട്. കേരള ഹോട്ടൽ റെസിഡൻസ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അവർക്ക് നമ്മുടെ സ്നേഹപ്രകടനം, നമ്മുടെ വാത്സല്യം പ്രകടിപ്പിക്കാൻ നമ്മളൊരു മൊമെൻറ്റോ അവർക്ക് സമ്മാനിക്കുകയാണ്. അതിന്റെ ദേശീയ നേതാക്കന്മാർ ഇങ്ങോട്ട് വരുന്നു. ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ, അതിന്റെ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ ഉണ്ട്. ബാലകൃഷ്ണ പൊതുവാൾ അദ്ദേഹത്തിന് നേതൃത്വമുള്ള ഒരു വലിയ സംഘം. നമ്മുടെ നല്ല ഓണസദ്യ അല്ലായിരുന്നോ? ഇവരാണ് ഈ ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയത്. വെൽക്കം വെൽക്കം. നല്ല സദ്യ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഓണസദ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂകി വിളിക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾക്ക് ഈ മൊമെന്റ് തരാം. ടീം ഒന്നടങ്കം ചേർന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ മൊമെന്റോ നൽകുന്നത്. മികച്ച സദ്യയായിരുന്നു. അതായത് ഒരാൾക്ക് ₹1 അങ്ങോട്ട് കൊടുത്താൽ ₹1 തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒരു മൊമെന്റ് ഇങ്ങോട്ട് തരിക. ഒരു മൊമെന്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ തിരിച്ചൊരു പണി ഇങ്ങോട്ട്. അത് നന്നായി. 2024 വേദനിപ്പിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച് ഉരുൾ കൊണ്ടുപോയ 2 ഗ്രാമങ്ങളുടെ പേരിൽ വീണുപോകുമായിരുന്ന വയനാടൻ ടൂറിസ്റ്റ് ചേർത്ത് പിടിക്കാനും ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാനും സത്യസന്ധമായ മാധ്യമപ്രവർത്തനത്തിലൂടെ നേതൃത്വം നൽകിയ ഫ്ലവേഴ്സ് 24 സ്നേഹ അഭിവാദ്യങ്ങൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. ഈ വേദി പങ്കിടുമ്പോൾ ഒരു വശത്ത് വേദനയും മറുവശത്ത് അനൽപമായ സന്തോഷവുമുണ്ട്. ജൂലൈ 30 വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ, പല കുടുംബങ്ങളും അനാഥമായി. 30 രാത്രിയാണ് സംഭവം നടന്നത്. രക്ഷാപ്രവർത്തനം ശക്തമായ രീതിയിൽ നടന്നു. ഈ രക്ഷാപ്രവർത്തനവുമായി അന്ന് ഹോട്ടലുകാർ കണ്ട മാർഗം അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഭക്ഷണം ഞങ്ങൾ നൽകുന്നുണ്ട്. ശരാശരി ഈ 30 ദിവസത്തിനകം 2.5 ലക്ഷം പൊതിച്ചോറുകളാണ് ഞങ്ങൾ നൽകിയത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് ഇത്തരത്തിലുള്ള ചടങ്ങുകളാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫ്ലവേഴ്സ് ചാനൽ ഇന്നിവിടെ നടത്തിയ ഓണസദ്യ, അതിനു മുൻപ് ഒരാഴ്ച മുൻപ് ഫ്ലവേഴ്സ് ചാനലിൻ്റെ 2 പ്രതിനിധികൾ എറണാകുളം ഞങ്ങളുടെ ഓഫീസിൽ വന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തയ്യാറായി. അന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അതിന് വരുന്ന ചെലവ് ഞങ്ങൾ വഹിച്ചോളാമെന്ന്. 2.5 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഭക്ഷണം നൽകാമെങ്കിൽ ഇന്ന് ഈ ഓണസദ്യയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനൊരു പൈസ പോലും ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് വാങ്ങുന്നതല്ല. താങ്ക് യു. ഓൾ.